സോ നമ്മൾ നിർത്തിയത് ടൂൾ സിഗ്നേച്ചറിലായിരുന്നു അല്ലേ? ലാസ്റ്റ് ടൈമിൽ ടൂൾ സിഗ്നേച്ചറിലായിരുന്നു നിർത്തിയത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ടൂൾ സിഗ്നേച്ചർ പറഞ്ഞ കാര്യം എല്ലാവരും ആ ഓർഡർ, അതായത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് അസോസിയേഷൻ പ്രകാരം വന്ന ഓർഡർ, ASA സിസ്റ്റം പ്രകാരം ഒരു ടൂൾ എങ്ങനെ ഡെസിഗ്നേഷനിൽ ടൂൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് ഒരു ഓർഡറിലാണ് ചെയ്യുക. ആ ഓർഡർ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഈ ഇത്ര വരെ എടുത്തത് എല്ലാവർക്കും ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെറ്റൽ കട്ടിങ്, എന്ത് ഒക്കെ ടൂൾസ് ആണ്, അതായത് സിംഗിൾ പോയിന്റ് മൾട്ടി പോയിന്റ് ടൂൾസിനെ പറ്റി പഠിച്ചു. അതിൽ തന്നെ സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ എന്ന് പറഞ്ഞതിൻ്റെ ആട്രിബ്യൂട്ട്സ് പഠിച്ചു, അതിൻ്റെ നോമൻക്ലേച്ചർ പഠിച്ചു, അത് ഓരോ നോമൻക്ലേച്ചറും സർഫേസ് ഫിനിഷിങ്ങും മറ്റും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പഠിച്ചു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എത്തിച്ചേർന്നത് ടൂൾ സിഗ്നേച്ചറിലാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് to the next one, mechanism of metal removal. ഓക്കെ, നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ, എല്ലാവരും കാണുന്നില്ലേ പിക്ചർ? മെക്കാനിസം ഓഫ് മെറ്റൽ റിമൂവൽ. അപ്പോൾ നിങ്ങൾക്ക് ടൂൾ എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പിന്നെ ചിപ്പ് എന്ന് പറഞ്ഞിട്ട് ടൂളിൻ്റെ മേലെ ഒരു ചിപ്പ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വർക്ക് പീസും ഉണ്ട്. സോ ഇൻ ദിസ് ഫിഗർ, പർട്ടിക്കുലർ ഫിഗർ, ഒരു വർക്ക് പീസ് ഉണ്ട്, ടൂള് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പൊസിഷനിലാണ് ഉള്ളത്. അതുവരെയുള്ള ചിപ്പ് ടൂളിൻ്റെ മേലെ ഇങ്ങനെ കേർവ് ചെയ്ത് കിടക്കുന്ന കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ആക്സിസ് കാണുന്നുണ്ടാവും, ഒരു ആൽഫ എന്നിട്ടിട്ട് അതിൽ റേക്ക് ആംഗിൾ എന്ന് എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് റേക്ക് ആംഗിൾ. നമ്മൾ റേക്ക് ആംഗിൾ ആൽഫ എന്ന് പറഞ്ഞ് ഇവിടെ എടുക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്ലിയറൻസ് ആംഗിളും സൈഡിൽ കൊടുക്കുന്നുണ്ടാവും. പൊതുവെ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് മെക്കാനിസം ഓഫ് മെറ്റൽ റിമൂവലിനും മെക്കാനിസം ഓഫ് ചിപ്പ് ഫോർമേഷനും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഈ T0 എന്ന് പറയുന്നത് ഇനീഷ്യൽ തിക്നെസ് ആണ്, അതായത് കട്ട് ചെയ്യുന്നതിനേക്കാളെ മുന്നേ ഉള്ള നമ്മൾ, അതായത് ഒരു ഫീഡ് കൊടുക്കുന്നില്ലേ, ഫീഡിൻ്റെ തിക്നെസ് ആണ് T0 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. TC എന്ന് പറഞ്ഞ് മേലെ കൊടുത്തിട്ടുള്ളത് അതായത് കട്ട് ചെയ്തതിന് ശേഷമുള്ളത്. ശരിക്കും ഇത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്പ് തിക്നെസ് ബിഫോർ കട്ടിങ് ആൻഡ് ചിപ്പ് തിക്നെസ് ആഫ്റ്റർ കട്ടിങ് എന്നാണ് പറയുക. ഈ ഫിഗറിൽ കൊടുത്ത പ്രകാരമാണെങ്കിൽ T0 എന്ന് പറഞ്ഞത് ചിപ്പ് തിക്നെസ് ബിഫോർ കട്ടിങ്ങും TC എന്ന് പറഞ്ഞു കൊടുത്തത് ചിപ്പ് തിക്നെസ് ആഫ്റ്റർ കട്ടിങ്ങും ആണ്. ശരിയല്ലേ? കണ്ടിട്ട് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? T0 എന്ന് പറഞ്ഞത് ബിഫോർ കട്ടിങ്, TC എന്ന് പറഞ്ഞത് ആഫ്റ്റർ കട്ടിങ്. ഇത് ഒരു ജനറൽ ഫിഗറാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫ്ലാങ്ക് ടൂൾ ഫേസ് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടൂൾ ഫേസിൻ്റെ മേലൂടെയാണ് നമ്മൾ എന്ത് പോവുക, ചിപ്പ് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഫേസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഷിയർ ആംഗിളും ഷിയർ പ്ലെയിനുമാണ്. അതായത് ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ടൂള് വർക്ക് പീസിലോട്ട് വന്ന് ചിപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ചിപ്പ് മൂവ് ചെയ്യുക ഷിയർ ആംഗിളിന് എലോങ് ആയിരിക്കും, അതായത് ഷിയർ പ്ലെയിനിന് എലോങ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. അത് കട്ട് ചെയ്ത് പോകുന്നത് ഒരു ആംഗിളിലായിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് ഷിയർ ആംഗിൾ. അങ്ങനെയാണ് പൊതുവെ പറയുക. ഇനി എന്താണ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെക്കാനിസം എങ്ങനെ മെറ്റൽ റിമൂവ് ആവുന്നു എന്നുള്ളതാണ്. ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഇത്ര എക്സ്പ്ലനേഷനിലായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം സോ വി വിൽ മൂവ് ഇൻ ടു ഡീപ്പർ. കട്ടിംഗ് ടൂൾ എക്സേർട്ട് എ കംപ്രസീവ് ഫോഴ്സ് ഓൺ ദ വർക്ക് പീസ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു കംപ്രസീവ് ഫോഴ്സ്, അതായത് ഒരു വർക്ക് പീസ് ഉണ്ടാവും, ടൂൾ ഉണ്ടാവും. ടൂള് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സ് കൊണ്ട് അത് ഒരു പർട്ടിക്കുലർ സമയത്തെത്തുമ്പം അതിന് താങ്ങാൻ പറ്റാണ്ട് അത് കട്ട് ചെയ്ത് പോവുകയാണ് പതിവ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, വളരെ സിമ്പിളായിട്ട്. അപ്പം ഇനി നമ്മുടെ അതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് പോവുകയാണെങ്കിൽ, ഒരു കംപ്രസീവ് ഫോഴ്സാണ് ഒരു ടൂള് വർക്ക് പീസിലോട്ട് എക്സേർട്ട് ചെയ്യുക. ആ എക്സേർട്ട് ചെയ്യുന്ന കംപ്രസീവ് ഫോഴ്സ് ആ പർട്ടിക്കുലർ വർക്ക് പീസിനൊരു സ്ട്രെസ് ഉണ്ടാവുമല്ലോ അല്ലേ? അതിൻ്റെ ഒരു ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ MOS പഠിച്ചതാണ്.
ആ ഈൽഡ് പോയിന്റിന് ബിയോണ്ട് ആയിട്ട് വരുമ്പം നമുക്ക് മെറ്റീരിയൽ ഡിഫോം ചെയ്യും. പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്തിട്ട് അത് ഷിയർ ഓഫ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു സിംഗിൾ ചിപ്പ് കട്ട് ചെയ്ത് പോകുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്? ഓക്കെ, ശരി. അപ്പം അങ്ങനെ നമ്മൾ ചിപ്പ് റിമൂവ് ചെയ്തു പോകുന്ന ചിപ്പ് ഒരു ലോക്കലൈസ്ഡ് റീജിയനിലൂടെയാണ് ഈ ഫ്ലോ നടക്കുക. ആ ലോക്കലൈസ്ഡ് റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷിയർ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ഫിഗറിൽ ഷിയർ പ്ലെയിൻ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അത് ഷിയർ പ്ലെയിനിലൂടെയാണ് ഫ്ലോ ടേക്സ് പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ ഷിയർ ചെയ്യുന്ന മെറ്റീരിയൽസ്, അതായത് ചിപ്സിൻ്റെ ഫോമിൽ ഏത് വഴിയാണ് പോവുക? കട്ടിംഗ് ടൂളിൻ്റെ ഫേസിൻ്റെ വഴിയാണ് പോവുക. ഓക്കെ, ഇത്രയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ വേർഡ്സ് ഒന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് എ കട്ടിംഗ് ടൂൾ എക്സേർട്ട് എ കംപ്രസീവ് ഫോഴ്സ് ഓൺ ദ വർക്ക് പീസ്. ഒരു കംപ്രസീവ് ഫോഴ്സ് കട്ടിംഗ് ടൂൾ എക്സേർട്ട് ചെയ്യുന്നു. അണ്ടർ ദിസ് കംപ്രസീവ് ഫോഴ്സ് മെറ്റീരിയൽ ഓഫ് ദ വർക്ക് പീസ് ഈസ് സ്ട്രെസ്ഡ് ബിയോണ്ട് ദിസ് ഈൽഡ് പോയിന്റ്. ബിയോണ്ട് ഇറ്റ്സ് ഈൽഡ് പോയിന്റ് വർക്ക് പീസ് സ്ട്രെസ് ചെയ്യും. So it causes material to deform plastically and shear off. The plastic flow takes place in a localized region called shear plane, which extends from the cutting obliquely up to the uncut surface ahead of the tool. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതാണ്. അതായത് ഒരു പ്ലാസ്റ്റിക് ഫ്ലോ ആണ് നടക്കുന്നത് പറഞ്ഞു. സോ പ്ലാസ്റ്റിക് ഫ്ലോ ടേക്സ് പ്ലേസ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ കോൾഡ് ഷിയർ പ്ലെയിൻ. അത് നമ്മളിപ്പം ആദ്യം അൺകട്ട് സർഫേസ് ആയിരിക്കുമല്ലോ അല്ലേ? തുടക്കത്തിൽ ഒന്നും കട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ആ കട്ട് ചെയ്ത സർഫേസ് മുതൽ, കട്ട് ചെയ്യാത്ത സർഫേസ് മുതൽ അങ്ങ് ടൂളിൻ്റെ സർഫേസ് വരെ, അതായത് കട്ട് ടു ബിഫോർ കട്ട് ടു ആഫ്റ്റർ കട്ട് എന്നുള്ള ആ ഒരു ചിപ്പ് അങ്ങനെ അങ്ങ് ഫ്ലോ ചെയ്യുക. അപ്പം ഒബ്ലിക്കലി ആയിട്ടാണ് ഈ കട്ടിങ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പം നേരത്തെ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട, ഈ ഷിയർ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയിൻ കണ്ടില്ലേ? ഷിയർ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടാണ് എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഷിയർ പ്ലെയിൻ എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ഉണ്ട്, വിച്ച് ഈസ് അറ്റ് ആൻ ആംഗിൾ കോൾഡ് ഷിയർ ആംഗിൾ. ഓക്കെ, അതാണ് നമ്മുടെ ലോക്കലൈസ്ഡ് റീജിയൻ എന്ന് പറയുന്നത്. അവിടെയാണ് പ്ലാസ്റ്റിക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഹലോ. ഓക്കെ. സോ the sheared material begins to flow along the cutting tool face. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഷിയേർഡ് മെറ്റീരിയൽ ഇത് കട്ടിംഗ് ടൂൾ ഫേസിൻ്റെ എലോങ് ആയിട്ടാണ് പോവുക ഇൻ ദ ഫോം ഓഫ് സ്മോൾ പീസസ് കോൾഡ് ചിപ്സ്. സോ ദ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈഡ് ടു ഫോം ദിസ് ചിപ്സ് ഈസ് കോൾഡ് കട്ടിംഗ് ഫോഴ്സ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് കട്ടിംഗ് ഫോഴ്സ് എന്ന് കൊടുക്കുന്നത്. അതായത് നമ്മൾ ടൂളിനെ കൊണ്ട് വർക്ക് പീസിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കട്ടിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. യൂഷ്വലി നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, രണ്ട് മെറ്റൽസ് തമ്മിൽ ഒരു കോണ്ടാക്ട് വരുമ്പം അവിടെ എന്ത് ജനറേറ്റ് ചെയ്യും? ഹീറ്റ് ജനറേറ്റ് ചെയ്യും. സോ ദ ഹീറ്റ് ജനറേറ്റഡ് റൈസസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ വർക്ക് കട്ടിംഗ് ടൂൾ and chips. Okay. So temperature of the work ആയാലും കട്ടിംഗ് ടൂൾ ആയാലും ചിപ്പ് ആയാലും ഇത് മൂന്നിനും എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഈ ഹീറ്റ് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഈ ഹീറ്റ്. അങ്ങനെയാണ് ഈ ഒരു നമ്മൾ ടൂള് പൊട്ടിപ്പോവുക എന്നൊക്കെ പറയുന്നതല്ലേ, അതിൻ്റെ ഒരു കാരണം ഒറ്റൊരു കാരണം വൺ ഓഫ് ദ റീസൺ ഇസ് ദാറ്റ് ടെമ്പറേച്ചർ ആണ്. അതായത് ഹീറ്റ് ജനറേഷൻ. ഈ ഹീറ്റ് ജനറേഷനിൽ കൂടി ടെമ്പറേച്ചർ കൂടി അത് ടൂളിനെയോ അല്ലെങ്കിൽ വർക്ക് പീസിനെയോ അല്ലെങ്കിൽ പോകുന്ന ചിപ്സിനെയോ എഫക്റ്റ് ചെയ്ത് അത് നമ്മുടെ സർഫേസ് റഫ്നെസ്സിനെയും സർഫേസ് ഉള്ള ഫിനിഷിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെക്കാനിസം ഓഫ് മെറ്റൽ റിമൂവൽ. എങ്ങനെ മെറ്റൽ റിമൂവ് ആവപ്പെടുന്നു അത് എല്ലാവരും ശ്രദ്ധിക്കണം. മെക്കാനിസം ഓഫ് മെറ്റൽ റിമൂവൽ വേറെയാണ്, മെക്കാനിസം ഓഫ് ചിപ്പ് ഫോർമേഷൻ വേറെയാണ്. ചിപ്പ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ ടൈപ്സ് ചിപ്സ് ഉണ്ട്, ആ ടൈപ്സ് ചിപ്സിന് എങ്ങനെ ഷിയർ ഓഫ് സംഭവിക്കുന്നു എന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയാനുണ്ട്. ദിസ് ഈസ് എ ബേസിക് മെക്കാനിസം ഓഫ് മെറ്റൽ റിമൂവൽ. ഒരു കംപ്രസീവ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിലൂടെ അവിടെ നടക്കുന്ന
ഈൽഡ് പോയിന്റ് വരെയുള്ള സ്ട്രെസ് ആ മെറ്റീരിയലിന് താങ്ങാൻ പറ്റാതിരിക്കുമ്പോൾ ഇറ്റ് ഡിഫോംസ് പ്ലാസ്റ്റിക്കലി ആൻഡ് ദെൻ ഷിയർ ഓഫ്. എന്നിട്ട് ഈ പർട്ടിക്കുലർ പ്ലെയിനിനെ പറ്റിയിട്ടും ആ പർട്ടിക്കുലർ ഷിയർ ആംഗിളിനെ പറ്റിയിട്ടും ആൻഡ് ഓൾസോ മെൻഷൻ അബൌട്ട് ദിസ് ചിപ്സ് ആൻഡ് കട്ടിംഗ് ഫോഴ്സസ് ഇൻ ഈ ഹീറ്റ് ജനറേറ്റഡ് കാര്യങ്ങളൊക്കെ എഴുതുന്നതിനാണ് നമ്മൾ മെക്കാനിസം ഓഫ് മെറ്റൽ റിമൂവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഈ മെറ്റൽ കട്ടിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഓർത്തോഗണൽ കട്ടിങ്ങും ഉണ്ട്, ഒബ്ലിക് കട്ടിങ്ങും ഉണ്ട്. എന്താണ് ഓർത്തോഗണൽ കട്ടിങ്, എന്താണ് ഒബ്ലിക് കട്ടിങ്? വളരെ ഫസ്റ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ നമുക്ക് മേജർ ആയിട്ടുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോഗണൽ കട്ടിങ് എന്ന് പറയുമ്പോൾ ഈ 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്നത്, അതായത് ടൂളും വർക്ക് പീസിൻ്റെയും രണ്ടിൻ്റെയും തമ്മിലുള്ള ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഓർത്തോഗണൽ കട്ടിങ് എന്ന് പറയുന്നത്. ഇൻ സിമിലർ വേ ഒബ്ലിക് കട്ടിങ് ആണെങ്കിൽ ഇതൊരിക്കലും 90 ഡിഗ്രി ആയിരിക്കില്ല, ഇറ്റ് വിൽ ബി ലെസ് ദാൻ 90 ഡിഗ്രി. ഓക്കെ, അത് നമ്മളൊരു ഇൻക്ലിനേഷനിൽ കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒബ്ലിക് കട്ടിങ് എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും ഒരു 3D ആൻഡ് ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ് നിങ്ങൾ ഈ പറയുന്ന പർട്ടിക്കുലർ ഈ കാണുന്ന പർട്ടിക്കുലർ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഓർത്തോഗണൽ കട്ടിങ് ആൻഡ് ഒബ്ലിക് കട്ടിങ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഓർത്തോഗണൽ കട്ടിങ് ആൻഡ് ഒബ്ലിക് കട്ടിങ് എന്നുള്ളത്. സോ യു ക്യാൻ സി എ നൈഫ് എഡ്ജ് മാർക്ക് ചെയ്തിട്ടുണ്ട് 90 ഡിഗ്രി വർക്ക് ഉണ്ട്. യൂഷ്വലി ഈ കാണുന്ന ഫിഗർ, അതായത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫിഗർ ഉദ്ദേശിക്കുന്നത് വർക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. വർക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന വർക്കിനെതിരെ നമ്മളൊരു ടൂള് കൊടുക്കുന്നു. സോ ഈ ടൂളിൻ്റെ ടിപ്പ് അല്ലെങ്കിൽ ടൂള് കട്ടിങ് എഡ്ജ്, ടൂളിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് കാണുന്നത് കട്ടിങ് എഡ്ജ്. ഈ കട്ടിങ് എഡ്ജും വർക്കും തമ്മിലുള്ള ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ ഓർത്തോഗണൽ കട്ടിങ് എന്ന് വിളിക്കും. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഒബ്ലിക് കട്ടിങ്. എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ സ്ലൈഡിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ വളരെ സിമ്പിളായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് വർക്കും ഓർത്തോഗണൽ കട്ടിങ്ങും ഒബ്ലിക് കട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഓർത്തോഗണൽ കട്ടിങ്ങിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വർക്കിലെ ഡിഫറൻസ് ഉണ്ടോ നിങ്ങൾ? വർക്കിൽ വരുന്ന ഡിഫറൻസ്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ചെയ്യുമ്പം വർക്കിൽ ആ വർക്കിൻ്റെ മാറ്റവും അതേപോലെ തന്നെ റിമൂവ് ചെയ്തിട്ട് ആ വർക്കിൻ്റെ മാറ്റം, അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള രീതിയിൽ, അതാണ് അങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഒരു ടൂള് വർക്ക് പീസും തമ്മിൽ ആംഗിൾ മാറുന്ന സമയത്ത്. ഓക്കെ, ഇനി ഓർത്തോഗണൽ കട്ടിങ്ങിൻ്റെയും ഒബ്ലിക് കട്ടിങ്ങിൻ്റെയും കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ദ കട്ടിങ് എഡ്ജ് ഓഫ് ദ ടൂൾ റിമെയിൻസ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ ടൂൾ ഫീഡ് ഓർ വർക്ക് ഫീഡ്. എന്താണോ ഫീഡ് ചെയ്യുന്നത്, ഫീഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ടിങ് എഡ്ജ്, അതായത് കട്ടിങ് എഡ്ജ് ഓഫ് ദ ടൂൾ റിമെയിൻ നോർമൽ, അതായത് 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ ഓർത്തോഗണൽ കട്ടിങ് എന്ന് വിളിക്കും. ഇഫ് ഇറ്റ് റിമെയിൻസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ acute angle എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഒബ്ലിക് കട്ടിംഗ് എന്ന് വിളിക്കും. ഓർത്തോഗണൽ കട്ടിംഗ്, the direction of the chip flow velocity is normal to the cutting edge of the tool. കട്ടിംഗ് എഡ്ജിന് നോർമലായിട്ടായിരിക്കും ചിപ്പ് ഫ്ലോ ചെയ്യുക ഓർത്തോഗണൽ കട്ടിങ്ങിന്, കാരണം അത് 90 ഡിഗ്രിയിൽ ചെയ്യുന്നത് കൊണ്ട്. ഈ ഒബ്ലിക് കട്ടിങ്ങിലാണെങ്കിൽ അത് എപ്പോഴും ഒരു ആംഗിളിലായിരിക്കും അല്ലേ, ഒരിക്കലും അതൊരു എന്തിലായിരിക്കില്ല, 90 ഡിഗ്രിയിലായിരിക്കില്ല. ഇറ്റ് വിൽ ബി ഇൻ ആൻ ആംഗിൾ. ഓർത്തോഗണൽ കട്ടിംഗ് ഓൺലി 2 components of forces are acting, cutting force and thrust force. 2 ഫോഴ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻക്ലൈൻഡ് അല്ല, അതുകൊണ്ട് നേരെയുള്ള 2 ഫോഴ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി ഈ പറയുന്ന ഫോഴ്സ് റിസോൾവ് ചെയ്യാനൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഒരു 90 ഡിഗ്രിയുള്ള സാധനത്തിൽ നമുക്ക് 2 കമ്പണൻ്റ് ആയിട്ടാണ് ചെയ്യാൻ പറ്റുക, ത്രസ്റ്റ് ഫോഴ്സ് ആൻഡ് കട്ടിംഗ് ഫോഴ്സ്. സോ ദ മെറ്റൽ കട്ടിംഗ് മേ ബി കൺസിഡർഡ് ആസ് 2 ഡയമെൻഷണൽ കട്ടിംഗ്. ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ഡയമെൻഷണൽ കട്ടിംഗ് ആയിട്ട് പറയാൻ പറ്റും. ഇനി ഒബ്ലിക് കട്ടിങ്ങിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ജുനൈദിന് കയറാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരു മിനിറ്റ്. ജുനൈദിന് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ
കൊണ്ടുവരാൻ പറ്റണമെന്നല്ലോ. ഒന്നും കൂടി നോക്കാൻ പറയാം. ഞാൻ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഒന്നും കൂടി നോക്കാൻ പറ, പറ്റുന്നില്ല നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ കാര്യത്തിലോട്ട് വരാം. നമ്മളെവിടെ നിർത്തിയത്? orthogonal cutting, oblique cutting അല്ലേ. So the cutting edge being oblique, the shear force act on larger area and thus tool life is increased. Oblique cuttingൽ നമുക്ക് tool ലൈഫ് കൂടുതലായിരിക്കും. ഒബ്ലിക് കട്ടിങ്ങിൽ നമുക്ക് ടൂൾ ലൈഫ്, ഓർത്തോഗണൽ കട്ടിങ് ചെയ്യുന്നതും ഒബ്ലിക് കട്ടിങ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടൂളിനെ എഫക്റ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. സോ ടൂൾ ലൈഫ് കുറച്ചുകൂടി കൂടുതലായിരിക്കും ഒബ്ലിക് കട്ടിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. കാരണം ദ ഷിയർ ഫോഴ്സ് ആക്ട് ഓൺ ലാർജർ ഏരിയ, ഒരു ലാർജർ ഏരിയയിൽ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഒബ്ലിക് കട്ടിങ്ങിനെ നമ്മൾ ഒരു 3 ഡയമെൻഷനൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 3 ഡയമെൻഷനൽ കട്ടിങ് ആയിട്ടാണ് ഒബ്ലിക് കട്ടിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത്. കട്ടിങ് ഫോഴ്സ്, റേഡിയൽ ഫോഴ്സ് ആൻഡ് ത്രസ്റ്റ് ഫോഴ്സ്. മറ്റേതിൽ കട്ടിങ് ഫോഴ്സും ത്രസ്റ്റ് ഫോഴ്സും മാത്രമാണെങ്കിൽ ഇപ്പുറത്ത് ഒരു റേഡിയൽ ഫോഴ്സ് കൂടി വരുന്നതായിരിക്കും. ഓക്കെ, ദർ ആർ 3 കമ്പോണൻസ്. അപ്പം ഓർത്തോഗണൽ കട്ടിങ്ങും ഒബ്ലിക് കട്ടിങ്ങും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടൂളിൻ്റെ കട്ടിങ് എഡ്ജും ടൂളും റിമെയിൻസ് നോർമലാണ് ഓർത്തോഗണൽ കട്ടിങ്ങിൽ. ഒബ്ലിക് കട്ടിങ്ങിലാണെങ്കിൽ അതൊരു അക്യൂട്ട് ആംഗിളിലായിരിക്കും. ചിപ്പ് ഫ്ലോ ആണെങ്കിൽ ഓർത്തോഗണലിൽ അത് നോർമലായിരിക്കും. ഒബ്ലിക് കട്ടിങ്ങിലാണെങ്കിൽ അതൊരു ആംഗിളിലായിരിക്കും. ആൻഡ് ദിസ് ആംഗിൾ ഈസ് ഓൾസോ നോൺ ആസ് ചിപ്പ് ഫ്ലോ ആംഗിൾ. ഇനി ഓർത്തോഗണൽ കട്ടിങ് ആണെങ്കിൽ 2 ഡയമെൻഷനിലാണ്, 2 ഫോഴ്സസ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി അതിൽ ഷിയർ ഫോഴ്സ് ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമേ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ടൂൾ ലൈഫ് കുറവായിരിക്കും എന്ന് പറയില്ല, ഇറ്റ് ഈസ് ഓക്കെ. ആൻഡ് ഈ ഓർത്തോഗണൽ കട്ടിങ് ചെയ്തിട്ടുള്ള ടൂൾ ലൈഫിനേക്കാളും കുറച്ചുകൂടി ടൂൾ ലൈഫ് നമുക്ക് കിട്ടുമായിരിക്കും. അതായത് ടൂൾ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ടൂൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂള് എത്രത്തോളം വിത്ത് സ്റ്റാൻഡ് ചെയ്യും എന്നുള്ളതാണ് ടൂൾ ലൈഫ് ഉദ്ദേശിക്കുന്നത്. അതായത് അതിൻ്റെ ഷാർപ്നെസ്സും അതിനെ കൊണ്ട് നമുക്ക് എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റും. അത് കട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ടൂൾ ഡെഡ് ആയിട്ട് പറയുക. സോ ടൂൾ ലൈഫ് ഇസ് ഇൻക്രീസ്ഡ് ഇൻ ഒബ്ലിക് കട്ടിങ് because of the reason that shear force acts on a larger area. So orthogonal cutting, oblique cutting, ഈ ഡിഫറൻസ് പൊതുവെ നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഫൈനൽ എക്സാംസിന് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് ഡിഫറൻസ്. ഒരു 3 to 4 മാർക്സ്, 3 to 5 മാർക്സിനുള്ള ഒരു ഡെഫിനറ്റ് ചോദ്യമായിട്ട് സ്ഥിരമായിട്ട് വരാറുള്ള ഒരു ചോദ്യമാണ് ഓർത്തോഗണൽ കട്ടിങ് ആൻഡ് ഒബ്ലിക് കട്ടിങ്. അപ്പം ഇത് വിത്ത് ഫിഗർ പഠിക്കുക. 3D ഫിഗർ പഠിക്കേണ്ട, 3D ഫിഗർ പഠിക്കണം എന്നില്ല, 2D ഫിഗർ പഠിച്ചാൽ മതി. ഓക്കെ. ഇനി മെക്കാനിസം ഓഫ് ചിപ്പ് ഫോർമേഷൻ. എങ്ങനെ ചിപ്പ് ഫോം ചെയ്യുന്നു, എന്തൊക്കെയാണ് ചിപ്സ് ഉള്ളത്, എത്ര ചിപ്സ് ആണുള്ളത് എന്നുള്ളതാണ്. സോ ചിപ്സ് ആർ ഫോംഡ് ഡ്യൂ ടു ടിയറിങ് ആൻഡ് ഷിയറിങ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ല, ഷിയറിങ് സംഭവിക്കുന്നുണ്ട് ഒരു സംഭവത്തിന്. അപ്പം നമ്മൾ ഷിയർ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ടിയർ ചെയ്ത് പോകുന്നു. ഓക്കെ, ചിപ്സ് ആർ ഫോംഡ് ഡ്യൂ ടു ടിയറിങ് ആൻഡ് ഷിയറിങ്. ഇനി എങ്ങനെ the metal is severely compressed in the area in front of the cutting. നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളിന് നിങ്ങൾ ഒരു സർക്കുലർ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ജോബ് കൺസിഡർ ചെയ്യുക. നമ്മുടെ കയ്യിൽ സിലിണ്ട്രിക്കൽ ജോബ് ഉണ്ട്, അത് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഒരു ലെയ്ത്തിൽ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമ്മളൊരു ടൂള് എക്സേർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് ടൂള് നമ്മൾ ഒരു കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു കോണ്ടാക്ട് ഏരിയയിൽ വളരെ കൂടുതൽ കംപ്രസീവ് ഫോഴ്സ് വരും. ആ കംപ്രസീവ് ഫോഴ്സ് കാരണം ഫസ്റ്റ് എ സ്മോൾ ക്രാക്ക് ഡെവലപ്സ്, ഒരു ചെറിയൊരു ക്രാക്ക് ഡെവലപ്പ് ചെയ്യും. ഈ ക്രാക്ക് എന്നിട്ട് ഈ ഡെവലപ്പ് ചെയ്യുന്ന ക്രാക്ക് ഒരു വെഡ്ജിങ് ആക്ഷനിലൂടെയാണ് സംഭവിക്കുന്നത്. അതായത് വെഡ്ജിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ടത്തെ വെഡ്ജ് പഠിച്ചിട്ടില്ലേ, വെഡ്ജ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ വെഡ്ജ് പഠിച്ചിട്ടില്ലേ. അപ്പോൾ നമ്മൾ വെഡ്ജ് നമ്മൾ വെക്കുന്നത്, അതായത് വെഡ്ജിനെ കൊണ്ട് നമ്മൾ
ഒരു സാധനം ഉന്തുന്നത് പോലെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ക്രാക്ക് ഉണ്ടാകുന്നത്. അതായത് നമ്മളൊരു ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ വെച്ചിട്ട് ഒരു സിംഗിൾ പോയിന്റിലാണ് എക്സേർട്ട് ചെയ്യുന്നത് അത്രയും വലിയ കംപ്രസീവ് ഫോഴ്സ്. ആ കംപ്രസീവ് ഫോഴ്സ് കാരണം ഒരു ചെറിയ ക്രാക്ക് ഉണ്ടാവും. ഈ ചെറിയ ക്രാക്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടും. അങ്ങനെ ഇനി ഇത് മെറ്റീരിയൽ ബേസിസിലാണ് പറയാം. ഒന്നിക്കൽ ഡക്റ്റൈൽ മെറ്റീരിയൽ അല്ലെ ബ്രിട്ടൈൽ മെറ്റീരിയൽ. ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈൽഡിങ് സംഭവിക്കും. ഈൽഡിങ് സംഭവിച്ചിട്ട് ഇത് കുറച്ച് ക്രാക്ക് വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യും. ക്രാക്ക് വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ക്രാക്കായി ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിപ്പാണ് വരിക. ഇനി ബ്രിട്ടൈൽ മെറ്റീരിയൽ ആണെങ്കിൽ ക്രാക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യും, പക്ഷെ ആ സമയത്ത് ഒരു കൂടുതൽ സ്ട്രെസ് കാരണം പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആവും. അതായത് വളരെ ചെറിയ ചെറിയ പൊടിയായിട്ടാണ് വരിക. സോ ഇൻ കേസ് ഓഫ് ഡക്റ്റൈൽ മെറ്റീരിയൽ ഇമ്മീഡിയറ്റ്ലി yielding takes place at the crack tip and reduces the effect of stress concentration and prevents its propagation as a crack. അതായത് ഒരു ഡക്റ്റൈൽ മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഡക്റ്റൈൽ മെറ്റീരിയൽ ചെയ്യുമ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽ നമ്മൾ മെഷീനിങ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു വലിയൊരു കംപ്രസീവ് ഫോഴ്സിൽ, ഒരു സിവിയർ ആയിട്ടുള്ള ഒരു കംപ്രസീവ് ഫോഴ്സിൽ ഒരു ചെറിയ ക്രാക്ക് ആദ്യം ഉണ്ടാവും. ഈ ക്രാക്കിൽ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ കുറച്ച് റിഡ്യൂസ് ആകുന്നതിനും കാരണം ഡക്റ്റൈൽ മെറ്റീരിയൽ ആണല്ലോ. ഡക്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ ഡക്റ്റൈൽ മെറ്റീരിയൽ? ഒരാൾ പറഞ്ഞ എന്താണ് ഡക്റ്റൈൽ മെറ്റീരിയൽ? അടിച്ചു വരുത്താൻ കഴിയുന്ന. അതെ, അടിച്ചു വരുത്തി വയർ പോലെ ബ്രിട്ടൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടഞ്ഞു വന്ന ക്രാക്കാണ്. ശരി, ആയിക്കോട്ടെ. അപ്പം ഡക്റ്റൈൽ മെറ്റീരിയലും ബ്രിട്ടൈൽ മെറ്റീരിയലും ഉണ്ട്. ഈ ഡക്റ്റൈൽ മെറ്റീരിയലിൽ നമുക്ക് ഈ ഒരു ക്രാക്ക് വീണ്ടും ഈ ക്രാക്കായിട്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചിപ്പായിട്ടാണ് വരിക. ബ്രിട്ടൈലാണെങ്കിൽ അങ്ങനെയല്ല. ഒരു ഇനീഷ്യലായിട്ടൊരു ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും, പക്ഷേ അന്നേരമുള്ള ആ ഒരു സ്ട്രെസ്സിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യപ്പെടും. ചെറിയ ചെറിയ ചിപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടും. അപ്പം ചെറിയ ചെറിയ ചിപ്സ് ആയിട്ടാണ് പുറത്തു പോവുക. അത് ഫിഗർ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. സോ ദ ടൈപ്സ് ഓഫ് ചിപ്പ് പ്രൊഡ്യൂസ്ഡ് എങ്ങനെ ഡിപ്പെൻഡ്സ് ഓൺ ദ മെഷീനിങ് കണ്ടീഷൻസ് ആൻഡ് മെറ്റീരിയൽ ബീങ് കട്ട്. നമ്മൾ കൊടുക്കുന്ന മെഷീനിങ് കണ്ടീഷൻ അനുസരിച്ചിട്ട് മെറ്റീരിയലിൻ്റെ ഏത് മെറ്റീരിയലാണോ കട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയലാണോ ബ്രിട്ടൈൽ മെറ്റീരിയലാണോ, അതിൽ തന്നെ കുറച്ചുകൂടി ഹാർഡർ ആണോ അല്ലെങ്കിൽ സോഫ്റ്റർ ആണോ. ഇനി അതുമല്ലാത്തതിന് നമ്മൾ കുറേ മെഷീൻ കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. ഡെപ്ത് ഓഫ് കട്ട് ഉണ്ട്, എത്രയുണ്ട്, എത്ര സ്പീഡിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, എത്രയാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ദ വേരിയബിൾസ് വിച്ച് ഇൻഫ്ലുവൻസസ് ദ ടൈപ്പ് ഓഫ് ചിപ്പ് പ്രൊഡ്യൂസ്ഡ് വെദർ ഇറ്റ് ഇസ് എ ഡക്റ്റൈൽ മെറ്റീരിയൽ ഓർ ബ്രിട്ടൈൽ മെറ്റീരിയൽ. ഏത് മെറ്റീരിയലും ആയിക്കോട്ടെ, ഇത്രയും കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യും. പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ, ഏത് മെറ്റീരിയലാണോ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്, ആൻഡ് ദ കട്ടിംഗ് സ്പീഡ്, നമ്മൾ എത്ര കട്ടിംഗ് സ്പീഡാണ് കൊടുക്കുന്നത്, ഫീഡ് ആൻഡ് ഡെപ്ത് ഓഫ് കട്ട്, എഫക്റ്റീവ് റേക്ക് ആംഗിൾ ഓഫ് ദ ടൂൾ. ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ റേക്ക് ആംഗിളിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, കാരണം റേക്ക് ആംഗിൾ ഈസ് ഡയറക്ട്ലി എഫക്റ്റിംഗ് ദ മെക്കാനിസം ഓഫ് മെറ്റൽ റിമൂവൽ. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്. കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കട്ടിംഗ് ഫ്ലൂയിഡ്? നിങ്ങൾ എവിടെയെങ്കിലും കട്ടിംഗ് ഫ്ലൂയിഡ് കണ്ടിട്ടുണ്ടോ? ഗ്ലാസ് എല്ലാം വെള്ളം ഒഴിക്കുന്ന പോലെയാ ഫ്ലൂയിഡ് വെച്ച് കട്ട് ചെയ്യുന്നത്? ഹൈ പ്രഷറിൽ ഫ്ലൂയിഡ് വെച്ച് അല്ല. കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു കട്ട് ചെയ്യുന്നത് വിചാരിക്കുക. എന്തായാലും കട്ട് ചെയ്യുമ്പം നമ്മൾ കൂൾ ചെയ്യും. ടെമ്പറേച്ചർ ഇല്ലേ, അവിടുത്തെ ടെമ്പറേച്ചർ നല്ലോണം കൂടും. ആ സമയത്ത് നമ്മൾ അവിടെ കൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തെയാണ് കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതെ, കൂളൻ്റാണ് ഉദ്ദേശിക്കുന്നത്. കൂളൻ്റ് ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് ആണ്. കൂളൻറ്റും ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് ആണ്. കൂളൻസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ് കട്ടിംഗ് ഫ്ലൂയിഡ്സിൻ്റെ. ഓക്കെ, കൂളൻസ് ആണ് ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ ഈ കൂളൻസ് എത്രത്തോളം നല്ല കൂളൻ്റ് ആണ്, അല്ലെങ്കിൽ ടൈപ്പ് ആൻഡ് ക്വാണ്ടിറ്റി ആൻഡ് ഈവൻ ക്വാളിറ്റി ഓഫ് ദ കൂളൻ്റ്, അത് ഒരു ഡിപ്പെൻഡൻ്റ് ആണ് എങ്ങനെയൊക്കെ ചിപ്പ് ഫോം ചെയ്യും എന്നുള്ളത്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള ചിപ്സ് ഉണ്ട്: കണ്ടിന്യൂസ് ചിപ്സ്, ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ആൻഡ്
കണ്ടിന്യൂസ് ചിപ്സ് വിത്ത് ബിൽട്ട് അപ്പ് എഡ്ജ്. ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞിട്ടില്ലേ, ബിൽട്ട് അപ്പ് എഡ്ജ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പം അത് 3 ടൈപ്പിലുള്ള ഒരു ടൈപ്പാണ് ഓഫ് ചിപ്സ് ആണ്. കണ്ടിന്യൂസ് ചിപ്സും ഡിസ്കണ്ടിന്യൂസ് ചിപ്സും. പോരാത്തതാണ് കണ്ടിന്യൂസ് ചിപ്സ് വിത്ത് ബിൽട്ട് അപ്പ് എഡ്ജ്. എന്താണ് കണ്ടിന്യൂസ് ചിപ്സ്, എന്താണ് ഡിസ്കണ്ടിന്യൂസ് ചിപ്സ്? ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഫോർമേഷൻ്റെ ബേസിസിലാണ് പറയുക. കണ്ടിന്യൂസ് ചിപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ മേലെയുള്ള ഫിഗർ കാണാൻ പറ്റും. വളരെ ചെറുതാണ് മേലെയുള്ളൊരു ഫിഗർ അല്ലേ. ഒരു കണ്ടിന്യൂസ് ആയിട്ട് കേളായിട്ട് വരുന്ന ചിപ്സ്, അതിനെ അങ്ങനെ വരുന്ന ചിപ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടിന്യൂസ് ചിപ്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ കട്ട് ചെയ്യുമ്പം ചിപ്പ് ഒരു ലെവൽ വരെ ബ്രേക്ക് ആവില്ല, അതിങ്ങനെ ചുരുണ്ട മുടി പോലെ ഇങ്ങനെ കിടക്കുക. ഓക്കെ, അത് എപ്പോഴും നമ്മളൊരു ഡക്റ്റൈൽ മെറ്റീരിയൽ നമ്മൾ മെഷീനിങ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കണ്ടിന്യൂസ് ചിപ്സ് കിട്ടുന്നത്. ഒരിക്കലും നമ്മൾ ബ്രിട്ടൈൽ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ കണ്ടിന്യൂസ് ചിപ്സ് കിട്ടില്ല. ഡക്റ്റൈൽ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോഴാണ്, ഡക്റ്റൈൽ മെറ്റീരിയൽ നമ്മൾ എപ്പോഴാണോ മെഷീൻ ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ടൈപ്സ് ഓഫ് ചിപ്സ് ആണ് കണ്ടിന്യൂസ് ചിപ്സ് എന്ന് പറയുന്നത്. ലൈക്ക് വെൻ യു ഡു മെഷീനിങ് ഓൺ കോപ്പർ, ഓൺ അലൂമിനിയം, അങ്ങനെ ഉള്ള മെറ്റീരിയൽസിൽ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ചിപ്സ് കിട്ടും. സോ ദിസ് ചിപ്സ് ഇസ് സിവിയർലി ഡിഫോംഡ് ഐദർ ഇൻ ദ ഫോം ഓഫ് ലോങ് സ്ട്രിപ്പ് ഓർ കേൾ. അല്ലേ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ ഒരു വലിയ നീണ്ട സ്ട്രിപ്പ് പോലെ വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചുരുള മുടി പോലെ കേളായിട്ട് ഇങ്ങനെ ഒറ്റൊരു ടൈലിങ്ങനെ ഒതുങ്ങിക്കൂടുന്നത് പോലെ വരും. സോ കണ്ടിന്യൂസ് ചിപ്സ് അങ്ങനെയാണ് വരുന്നത്. ഈ കണ്ടിന്യൂസ് ചിപ്സ് കാരണം ഫ്രിക്ഷണൽ ഹീറ്റ് കൂടും. അതായത് ഒരു സ്ഥലത്ത്, അതായത് ചിപ്സ് ഒഴുകിപ്പോവില്ല അല്ലേ. അതിപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചിപ്പ് ടൂളുമായിട്ട് ഇങ്ങനെ ടൂളിൻ്റെ മേലെ തന്നെ, ടൂളിൻ്റെ റേക്ക് ഫേസ് അല്ലെ, റേക്ക് ഫേസ് വഴിയാണ് എന്ത് പോവുക, ചിപ്സ് പോവുക. അപ്പം റേക്ക് ഫേസിൻ്റെ മേലെ ഇങ്ങനെ ടൂള് കൂടി ഉണ്ടാവും. അപ്പം ആ ടൂള് കൂടി ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകും, ഫ്രിക്ഷണൽ ഹീറ്റ് കൂടും. അപ്പം കണ്ടിന്യൂസ് ചിപ്സ് കാരണം ഫ്രിക്ഷണൽ ഹീറ്റിന് ചെറിയൊരു ഇൻക്രീസ് ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് കേളായിട്ടുള്ള അല്ലെങ്കിൽ ലോങ് സ്ട്രിപ്പിൻ്റെ രീതിയിലുള്ള ചിപ്സ് വരുമ്പോൾ അത് നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരാളെ ഇൻഷ്യൂർ ചെയ്യാനും, അല്ലെങ്കിൽ അതേപോലെ ടൂളിൻ്റെ മേലെ വീണിട്ട് ടൂളിൻ്റെ സർഫേസ് നമുക്കിങ്ങനെ സ്ക്രാച്ച് വരില്ലേ, സ്ക്രാച്ച് വരാനും, അങ്ങനെ വർക്ക് പീസിന് തന്നെ സ്ക്രാച്ച് വരാനും ചാൻസസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഒഴിവാക്കേണ്ടിയിട്ട് നമുക്ക് ഒരു ചിപ്പ് ബ്രേക്കർ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാൻ പറ്റും. അതെന്താ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ചിപ്പ് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ അത് തനിയാനെ കട്ട് ചെയ്തു പോകും. ഈ ചിപ്പ് ബ്രേക്കർ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടിപ്പ് പോലത്തെ സാധനമായിരിക്കും. അത് ഒരു ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ ചിപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തനിയാനെ ബ്രേക്ക് ചെയ്ത് പോകും. സോ കണ്ടിന്യൂസ് ചിപ്സിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. കണ്ടിന്യൂസ് ചിപ്സ് നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? നമ്മൾ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ മെഷീൻ ചെയ്യുമ്പോഴാണ് കണ്ടിന്യൂസ് ചിപ്സ് കിട്ടുന്നത്. കണ്ടിന്യൂസ് ചിപ്സ് എപ്പോഴും ഒരു ലോങ് സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരു കേൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് ഫ്രിക്ഷണൽ ഹീറ്റ് കുറച്ച്, കണ്ടിന്യൂസ് ചിപ്സ് കാരണം ഫ്രിക്ഷണൽ ഹീറ്റ് ടോട്ടലി ഒന്ന് കൂടുതലായിരിക്കും. ആൻഡ് ഇത് നമുക്ക് ഓപ്പറേറ്ററിനെയും അല്ലെങ്കിൽ അതേപോലെ തന്നെ പല രീതിയിൽ ഇഞ്ചുറീസ് ആയിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അത് കാരണം നമ്മളൊരു ചിപ്പ് ബ്രേക്കർ ഉപയോഗിക്കും, സോ ദാറ്റ് വി ക്യാൻ കട്ട് ദ ചിപ്പ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ അല്ലേ? എന്താണ് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ്? കണ്ടിന്യൂസ് ചിപ്സ് നമുക്ക് കിട്ടുന്നത് ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ, ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? വൈൽ കട്ടിങ് എ ബ്രിട്ടൈൽ മെറ്റീരിയൽ. അതെ, അതായത് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ബ്രോൺസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബ്രിട്ടൈൽ മെറ്റീരിയൽ. അങ്ങനത്തെ ഒരു ബ്രിട്ടൈൽ മെറ്റീരിയൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് കിട്ടുന്നത്. അതായത് പൊട്ടി പോകും. ഓക്കെ, സോ ദീസ് മെറ്റീരിയൽ ലാക്ക് ഡക്റ്റിലിറ്റി അല്ലേ. അതുകൊണ്ടാണ് ആ ലാക്ക് കൊണ്ടാണ് അതൊരു പ്ലാസ്റ്റിക് ഡിഫോർമേഷനായിട്ട് മാറുന്നതും ഒരു ചെറിയൊരു ഫോഴ്സിൻ്റെ വേരിയേഷനിൽ ഇത് തനിയാനെ പൊട്ടി പോകുന്നതും. ഓക്കെ, സിൻസ് ദ ചിപ്പ് ബ്രേക്ക് അപ്പ് ഇൻ ടു എ സ്മോൾ സെഗ്മെൻറ്റ്സ്, ചെറിയ പൊടികളായിട്ട് നമ്മളെ ചിപ്പ് ബ്രേക്ക് ചെയ്യുന്നത് കാരണം
ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടൂൾ ആൻഡ് ചിപ്പ് റെഡ്യൂസസ് ആൻഡ് റിസൾട്ട് ഇൻ ബെറ്റർ സർഫേസ് ഫിനിഷ്. അത് ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് പ്രകാരമാണെങ്കിൽ നമുക്ക് ബെറ്റർ സർഫേസ് ഫിനിഷ് ആയിരിക്കും. ഓക്കെ, ഒരു ഡിസ്കണ്ടിന്യൂസ് ചിപ്സിൽ എങ്ങനെയൊക്കെയാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ലോവർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരു ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള റേക്ക് ആംഗിളും ആണെങ്കിൽ ഇങ്ങനെ ഒരു ചിപ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. ഓക്കെ, ഇതൊക്കെയാണ് ഡിസ്കണ്ടിന്യൂസ് ചിപ്സിൻ്റെ രീതിയിൽ പറയാനുള്ളത്. ഫിഗർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ സെക്കൻഡ് ഫിഗർ കാണാൻ പറ്റും. ഇനി നേരത്തെ പറഞ്ഞ ഡിസ്കണ്ടിന്യൂസ് ചിപ്സിൻ്റെ ഫോർമേഷൻ, അതായത് എങ്ങനെയെന്നുള്ള ഒരു ഫിഗർ വഴി കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. നേരത്തെ പറഞ്ഞു ഒരു ക്രാക്ക് ഫോം ചെയ്യും, അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നൊക്കെ അല്ലേ. സോ ഇൻ കേസ് ഓഫ് എ ബ്രിട്ടൈൽ മെറ്റീരിയൽ എന്താ സംഭവിക്കുന്നതെന്നാണ് ഫിഗർ ബൈ ഫിഗർ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സെപ്പറേഷൻ, സ്വെല്ലിങ്, ഫർദർ സ്വെല്ലിങ്, സെപ്പറേഷൻ, സ്വെല്ലിങ് അഗെയിൻ, അങ്ങനെ അത് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിയാനെ നമുക്ക് പുറത്തോട്ട് പോകാൻ ചെയ്യാം. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ബിൽട്ടപ്പ് എഡ്ജ് ഫോർമേഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും വരെ ഓക്കെ അല്ലേ? ഇന്ന് പഠിച്ചത് മെക്കാനിസം ഓഫ് മെറ്റൽ റിമൂവൽ, കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ചിപ്സസ്. ഇത് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ സാർ. ഓക്കെ അല്ലേ? സാർ ഓക്കെ. ജുനൈദിന് കയറാൻ പറ്റില്ലേ? ജുനൈദ് ഉണ്ടോ ക്ലാസ്സിൽ? ജുനൈദ് ഉണ്ടല്ലോ. ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിനെ കാണാം. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. പബ്ജി എല്ലാം ഉണ്ടല്ലോ സാറേ. ഇപ്പൊ ആരാണ്?